ഹായ്, നമസ്കാരമുണ്ട്. ഇത് റെഡ് ലേഡീൻ്റെ ഒരു കർമൂസ് മരമാണ്. നല്ല രീതിയിൽ തന്നെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ കർമൂസുകൾ വന്നിട്ടുണ്ട്, വലിയ കർമൂസ് വന്നിട്ടുണ്ട്. കാണുന്നില്ലേ? ഇത് എൻ്റെ ഒരു പൊക്കത്തിലെത്തിയപ്പോൾ കുരങ്ങന്മാർ വന്നിട്ട് പിന്നെ പൊട്ടിച്ചെടുത്ത്, അതായത് മൊത്തത്തിൽ പൊട്ടിച്ചെടുത്തു. വീണ്ടും രണ്ടാമത് ഇതിനെ അത്രമാത്രം നോക്കി രണ്ടാമതും വളർത്തിയെടുത്തതാണ് ഈ കാമ്പിൻ്റെ മേലോട്ടുള്ളത്. പിന്നീട് ആരോ പറഞ്ഞു ഇങ്ങനെ പ്ലാസ്റ്റിക് പാമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുരങ്ങന്മാർ വരില്ല എന്നൊക്കെ. പക്ഷേ അതിനുശേഷം വന്നിട്ടില്ല. ഇത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് എനിക്കറിയില്ല. അതിനുശേഷം കുരങ്ങന്മാർ വന്നിട്ടില്ല. ഞാനിപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ കുത്തു വന്നിട്ട് ഇതേപോലെ അതിൻ്റെ പാൽ ഒഴുകി പോകുന്നതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇത് കണ്ടോ, അത് പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോവുകയാണ്. അതായത് ആ ഒരു പ്രാണി വന്നിട്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെള്ളീച്ച എന്നുള്ള ഒരു പ്രാണിയുടെ ശല്യമാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ തന്നെ എനിക്കിതിന് ഒരു മരുന്ന് തന്നു. അതായത് ഒരു 2 പാക്കറ്റ്, അതിൽ പകുതിയും അതേപോലെ തന്നെ ഫുള്ളും എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂർ വെച്ച് അതിൻ്റെ മുകളിൽ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതേപോലെ ചെയ്ത് കൊടുത്തു. പക്ഷേങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു കലാണ്ട അത് സ്പ്രേ ചെയ്ത് കൊടുത്തത് തന്നെയാണ്. പക്ഷെ എന്നാലും ഈച്ചകൾ വന്നിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, ഇവിടെ ഒരു ഈച്ച വന്നിരുന്നിട്ട് കാണുന്നില്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഈ ഈച്ചകളെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. അതായത് ഇത് ചെറിയ ഈച്ചല്ലേ, ഇതിനേക്കാളും വലിയൊരു മഞ്ഞ കളറായിട്ടുള്ള ഒരു ഈച്ചനൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കണം? അതായത് ഇംഗ്ലീഷ് മരുന്ന് വേണ്ട, എനിക്ക് മെയിൻ എന്താ പറയുക, നമ്മളെ നാടൻ മരുന്നുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെ പറ്റിയിട്ടെല്ലാം ഒരുപാട് അറിവുകളുള്ള ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടാവും. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് അവർക്ക് എത്തിച്ച് കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. ആരെങ്കിലും അറിവുള്ള ആൾക്കാരെല്ലാം ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ചാനലിൽ പിന്നെ വലിയ രീതിയിൽ ചാനൽ ഇതായിട്ടൊന്നുമില്ല, പിന്നെ പറ്റാവുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആരെങ്കിലും ഒന്ന് മാക്സിമം ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം. അത്രയും ആഗ്രഹിച്ചിട്ട് ചെയ്ത ഒരു കൃഷിയാണിത്. അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ.